The base radius and height of a cylindrical block of wood are 15 cm and 40 cm. What is the volume of the largest cone that can be curved out of this? വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു തടി കഷ്ണത്തിന്റെ പാദത്തിന്റെ ആരം 15 സെന്റിമീറ്റർ, ഉയരം 40 സെന്റിമീറ്റർ. ഇതിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എത്രയാണ്? ഞാൻ ഇവിടെ ചെറിയൊരു ചിത്രം കാണിച്ചു തരാം. നമ്മുടെ ഈ കാണുന്നതാണ് നമ്മളുടെ തടി കഷ്ണം കേട്ടോ, വൃത്ത സ്തംഭം എന്ന് പറയുന്നത്, സിലിണ്ടർ എന്ന് പറയുന്നത്. ആ സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് 40, അതിന്റെ റേഡിയസ് ആണ്, ബേസിന്റെ റേഡിയസ് ആണ് 15 ആണ്. അപ്പൊ അവിടുന്ന് നമ്മൾ എന്ന് പറയുന്നത് ആ ബേസ് തന്നെ നമുക്ക് കോണിന്റെ ബേസ് ആക്കിയിട്ട് എടുക്കാമല്ലോ. പിന്നെ ഈ രണ്ട് അറ്റത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ കൊടുന്നാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് അറ്റങ്ങൾ ഇങ്ങനെ കൊടുന്നാണ്ട് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് മുട്ടിച്ചാണ്ട് ഏറ്റവും വലിയ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ 40 സെന്റിമീറ്റർ ആണ് വരിക. അപ്പൊ ആ ഹൈറ്റിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോണ് വെട്ടിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 × πr² ആണ്. 1/3 × ബേസ് ഏരിയ × ഹൈറ്റ്, അഥവാ 1/3 πr². ഇതാണ് കോണിന്റെ വോളിയം. r എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ 1/3 × r² എന്ന് പറയുമ്പോൾ 15 × 15 എഴുതാം. നമുക്ക് വെട്ടിക്കളയാൻ സുഖത്തിനാണ് കേട്ടോ. 15 × 15 × 40 എന്ന് വരും. ദെൻ 15നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 15ഉം 3ഉം വെട്ടി പോകും. അപ്പൊ ഇവിടെ നമുക്ക് 5 കിട്ടും. 5 × 3 15. ഇനി 15 × 5 ചെയ്യാം. 15 × 5 ചെയ്യുമ്പോൾ 5 × 25 ഇഷ്ടം 2 വരും. 15 5 2 7. ഇനി 75നെ 40 ആയിട്ട് ഗുണിക്കുക, അഥവാ 4 ആയിട്ട് ഗുണിക്കുക. 4 20 0 ഇഷ്ടം 2. 7 4 28 2 30. ഇനി 40ന്റെ ഒരു 0 ഇട്ട് കൊടുക്കാനല്ലേ, അപ്പൊ 3000. ഓക്കെ, 15 × 5 ചെയ്യുമ്പോൾ 75 കിട്ടും. പിന്നെ 75നെ 40 ആയിട്ട് 0 കളഞ്ഞ് ഗുണിക്കുക, പിന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 3000 എന്ന് കിട്ടും. അപ്പൊ 3000 പൈ സെന്റിമീറ്റർ ക്യൂബ്. പൈയുടെ വാല്യൂ കൊടുക്കണമെന്നില്ല, നമുക്ക് എത്ര കിട്ടും, 3000 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് അതിന്റെ വോളിയം.